മക്കളെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാം. കാരണം ഞാൻ ഡാൻസിൻ്റെ ഇതൊക്കെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ചിലർക്ക് ആദ്യമായിട്ടായിരിക്കും എൻ്റെ വോയിസൊക്കെ കേൾക്കുന്നുണ്ടാവുക. ശരിയാണ്, ഞാനിതായിട്ടും വോയിസൊന്നും ഇതാക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഡാൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, ഏകദേശം ഇവിടെ നൈറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓൾറൈറ്റ് തമ്പുരാനെ, ഇവിടെ കുറച്ച് ഓണപ്പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അതിന് ബഹളമൊക്കെ ഉണ്ടാവും. ഓ മൈ ഗോഡ്, ദിസ് ഇസ് മൈ പ്ലഷർ. കുറേ അധികം സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഗൈസ്. വില്ലേജ് വട്ടലിലേക്കായ ബട്ട് നൈറ്റ് ടൈമിലാണ് ഞാൻ ഈ ഇറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം ഗൈസ്. നേരത്തെ നമ്മൾ ഓൾറൈറ്റ് ഇത് കുറച്ച് പാടാണ് ഇവിടുന്ന്. ഇവിടെയൊക്കെയാണോ കൃഷി കൊണ്ടുവച്ചിരിക്കുന്നത്? ഓക്കെ ഗൈസ്, നമുക്ക് വെള്ളത്തിലേക്ക് പോവാം. അധികം ഡാൻസ് കുറവാണ്. നമുക്ക് ഓക്കെ ഗൈസ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് തങ്ങാനായിട്ട് ഞാൻ എക്സ്ക്യൂസ് മീ വില്ലേജർ, ഹലോ, തല്ലണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും താങ്കളൊന്ന് എഴുന്നേറ്റ് തരണം. ഞാൻ കിടന്നു നോക്കട്ടെ കുറച്ച് നേരം. There is a monster nearby me. So guys, കുറച്ച് കോലാഹലമായിരിക്കും. അമ്മ പോടാ 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 എടാ പോടാ 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 നീ പോടാ. ഓൾറൈറ്റ് ഗൈസ്, ഒരു സോംബി വന്ന് അവനെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സേഫായിട്ട് ഇരിപ്പുണ്ട്. ഈ ഒരു വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളർഫുൾ ആയിട്ടുള്ള വീട്. അവിടെ അതുണ്ട്. സ്കെലട്ടണാണോ കൊല്ലാവുന്നത്? ശിവൻ സോംബി ആയാലോ എനിക്കൊരു പേടിയുണ്ട് ഇൻഫെക്ഷനായിട്ട്. സോ നീ എന്തായാലും പുറത്തൊന്നുമില്ലാണോ? എനിക്കൊന്ന് കിടന്നുറങ്ങണം. തനിക്ക് ഇറ്റ്സ് നോട്ട് മൈ ഫെൽറ്റ്. ഞാൻ അറിയാണ്ട് അവനെ കൊന്നുപോയിട്ടുണ്ട്. എന്തായാലും സാരമില്ല, ഒരു വില്ലേജറൊക്കെ ചാവുന്നത് നല്ലതാണ്. ഞാൻ നാളെ അവിടെ ഒരു ചെടി വളർത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ. കാരണം ഇവൻ്റെ ഓർമ്മയിൽ എനിക്ക് കുറച്ച് സീഡ്സൊക്കെ കയ്യിലുണ്ട്. വീറ്റിൻ്റെ സീഡുണ്ട്, മെലൻ്റെ സീഡുണ്ട്. തൽക്കാലത്തേക്ക് മെലൻ്റെ സീഡ് ഉപയോഗിച്ച് ഇവനെ നമുക്ക് ആശ്വസിപ്പിക്കാം. ദർ ഇസ് എ ക്രീപ്പർ നിയർ ബൈ മീ. സോ അതുകൊണ്ടാണ് എനിക്ക് യുമേ റസ്ന എന്ന് പറയുന്നത്. ഓക്കെ, ഓ ഭാഗ്യം. ഐ ഹാവ് സോ ലക്കി ബിക്കോസ് ഈ ക്രീപ്പർ ഇവിടുന്ന് പോയില്ലേ. ഓൾ റൈറ്റ് ഗൈസ്, എൻജാൻറ്റിക്കിൻ്റെ വാളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരു പൊളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് താൽക്കാലികമായിട്ട് ഈ വീട്ടിൽ നിന്നൊന്ന് ഒഴിഞ്ഞ് കിട്ടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിൽക്കുന്ന എനിക്ക് അത്ര സേഫായിട്ട് തോന്നുന്നില്ല. വെള്ളമുള്ള ഒരു സ്ഥലം എടുക്കുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല. സോ താൽക്കാലികമായിട്ട് ഇതിപ്പോൾ എൻ്റെ ഒരു വീടാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. ഓൾ റൈറ്റ്, ഞാനിവിടെ റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ റൈറ്റ്, എനിക്ക് ഇവിടെയാണ് ഇനി എൻ്റെ വീട്. ഞാൻ ചത്താലും ഞാൻ ഇവിടെ ആയിരിക്കും ഇതാവുക. ഓക്കെ ഗൈസ്, ഇനി എനിക്കായിട്ടൊരു വീട് എനിക്ക് ഉണ്ടാക്കണം എന്തായാലും. സോ അതിനായിട്ട് എനിക്ക് മരം മുറിക്കേണ്ട ആവശ്യമുണ്ട്. സോ മരം മുറിക്കുന്നതിൻ്റെ സാധനം എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിന്. ഗെറ്റപ്പ്. ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ സാധനങ്ങളാണ് ഉള്ളത്. നമുക്ക് കുറച്ച് ഡേർട്ട് പൊട്ടിച്ചെടുക്കണം. എന്നാലും നമുക്ക് അതിജീവിക്കാം. വെള്ളത്തിൽ ഒരു പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ പച്ച അവിടെ കിടന്ന് കുറയ്ക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഓണപ്പരിപാടി കഴിഞ്ഞിട്ട് ഇരിക്കാൻ കൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ മാളകളൊക്കെ കേൾക്കാം. സോ അതാ ബുദ്ധിമുട്ടാവുന്നില്ല തോന്നുന്നു. എനിക്ക് നല്ലോണം ബുദ്ധിമുട്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഗൈസ്, ഇനിയിപ്പോൾ നിങ്ങൾ ഇതന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ ഗെയിമിംഗ് വീഡിയോസ് മാത്രമേ ഇടുണ്ടാവുള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പോൾ 16 ഡേർട്ട് ഉണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ അവിടേക്ക് പോകണം. സോ 10 ഉണ്ട്. എന്നാൽ എനിക്കൊന്നത് പേടിയാണ്. ഇപ്പം അതിനായിട്ടുള്ള ആയുധങ്ങൾ ആകെ 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഷീൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്
കുറച്ച് പാടാണ്, കാരണം പുഴയുടെ തീരത്താണ് ഇപ്പം ഞാനിവിടെ സർവൈവ് ചെയ്യുന്നത് തന്നെ. സോ എനിക്ക് വേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ബോക്സ് ഉണ്ടാക്കണം. അപ്പോൾ വർക്ക് ബോക്സ് ഉണ്ടാക്കാനായിട്ടുള്ള മരം ഞാൻ മുറിച്ചിട്ടുണ്ട്, 4 മുറിച്ചിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഓൾറൈറ്റ് ഒരു വർക്ക് ബോക്സ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഓൾറൈറ്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വേണം. പിന്നെ അതുകൊണ്ട് ഒരു വില്ലേജ്. എടാ മഴയൊന്നും ഇല്ലടാ, ഇറങ്ങി പൊക്കൂടെ? അമ്പർല വേണോ? അമ്പർല. അയ്യോ ഞാൻ പെട്ടു. ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറട്ടെ. ഇവനാണെങ്കിൽ തോന്നുന്നില്ലേ. ഓൾറൈറ്റ് ഇപ്പം തന്നെ സോംബിയൊക്കെ ഇറങ്ങും, കാരണം അവിടെ ഒരു ഗുഹയുള്ളതുകൊണ്ട് തന്നെ അവർക്ക് തീരെ പ്രശ്നമില്ലാത്ത ഇതാണ്. എനിക്കിനി മുകളിലേക്ക് കിടക്കണം. മുകളിലേക്ക് കിടക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഡേർട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറാം. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഓൾറൈറ്റ് സി വേണ്ട ഇപ്പോൾ തൽക്കാലത്തേക്ക്. ചിലപ്പോൾ ഇനി ടാൻറ്റാൻ്റെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മെല്ലെ അങ്ങോട്ട് പോവാണ്. എനിക്ക് ഇങ്ങനത്തെ വില്ലേജ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഓക്കെ, ഞാൻ ചെസ്റ്റ് കണ്ടിട്ടുണ്ട്. 2 എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. ലക്കിയാണ്. അപ്പോൾ നമുക്കൊരു ബ്രെഡും കിട്ടിയിട്ടുണ്ട്. പകരം നമുക്ക് ഒരു 4 വീറ്റും ഞാൻ കൊടുക്കാൻ വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് കുറച്ച് കൃഷിയൊക്കെ നോക്കാം. പിന്നെ ഒരു ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ടോർച്ചൊക്കെ വേണ്ടതാണ്, അത്യാവശ്യത്തിനുള്ളതാണ്. ഈ ജസ്റ്റ് അങ്ങോട്ട് പൊളിച്ചെടുത്താലോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരമില്ല, കാരണം ഉള്ള മാത്രം ഞാൻ എടുത്തില്ലേ. പട്ടിയൊക്കെ ഉണ്ടല്ലോ ഗൈസ് ഇവിടെ. ഓക്കെ, എൻ്റേത് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തെ വീടാണ് എൻ്റേത്. ഇവിടെ ഐ ഡിഡ്ന്റ് സീ ദാറ്റ് ഹൗസ്. ഇവൻ മണ്ടക്കെട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഒരു വീടൊക്കെ, നമ്മളതൊന്നും കണ്ടില്ലല്ലോ. ലെറ്റ്സ് ലുക്ക്. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോകണം. ഇതിൻ്റെ മുകളിൽ പോകാൻ ഞാൻ ഏക്ക് സോംബി ഞാൻ എന്തിനാ പേടിക്കുന്നത്? എൻ്റെ ക്യാമറ നെവർ. ഓൾറൈറ്റ്, എൻ്റെ ലൈഫ് മൊത്തം പോയി കിടക്കണം. ഓൾറൈറ്റ് ഗൈസ്, സോ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് കയറിയത്. ഓക്കെ, ദിസ് ഈസ് മൈ ആവശ്യം. ബിക്കോസ് അതായിക്കോട്ടെ. എനിക്ക് കുറച്ച് ബ്രെഡും കിട്ടിയിട്ടുണ്ട്. പിന്നെ ടാൾ ഗ്രാസ് എന്തിനാന്ന് എനിക്കറിയില്ല. എന്തായാലും ബ്രെഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഒരു മരത്തിൻ്റെ സീഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത്? വല്ല എമറാൾഡൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഫുള്ളാണ് കൈസ് ഇപ്പോഴേ അത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇവിടെ ഉണ്ട് ഒരു ടോർച്ച്. ഇവിടുന്ന് ഞാൻ ഒരു ടോർച്ച് അടിച്ച് മാറ്റിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നൈറ്റ് ആവാനായോ? അങ്ങനത്തെ പ്രദേശമാണല്ലോ എനിക്കാണ്. ഓൾറൈറ്റ് ഗൈസ്, ഞാൻ ഇനി ഇവിടുന്ന് ഇറങ്ങേണ്ട പരിപാടിയാണ് ഗൈസ് എനിക്കുള്ളത്. നൗ എനിക്ക് ഓൾറൈറ്റ് ഗൈസ്, ഇനി ഇതിൻ്റെ മുകളിലും കുറേ അധികം വീടുകൾ. ഓൾറൈറ്റ് ഗൈസ്, എനിക്കിവിടെയും കുറേ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിനി കുറച്ചുകൂടി മുകളിലേക്ക് പോകണം എന്ന് വെച്ചാണ്. എനിക്ക് ഇവിടെ നിന്നാണെങ്കിൽ ഇറങ്ങാനൊരു വഴിയില്ല. ഇവന്മാരെങ്ങനെ കയറി ഇറങ്ങണേ? ഓൾറൈറ്റ്, ഞാൻ അങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. ഇത് വന്ന വീടാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അല്ല. ഇത് മറ്റേ സ്ഥലം. ഞാൻ പേര് കിട്ടിയില്ല ഗൈസ്. ഇത് മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന സാധനം പോഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ കുറേ അധികം കോപ്പറൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇത് അയോൺ ഉണ്ട്. പക്ഷെ അയോൺ എടുക്കാൻ എൻ്റെ അടുത്ത് കുറേ നേരം എടുക്കാറുണ്ട്, കാരണം എൻ്റെ അടുത്ത് അതിൻ്റെ ടൂൾസ് ഇല്ലല്ലോ. വേണ്ട, അതിൻ്റെ ഫുള്ള് തീർത്തൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു വില്ലേജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാവണം, കാരണം ഇവിടെ കുറേ സീഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും, അത് ഉറപ്പാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ആവട്ടെ, എന്നിട്ട് വെയിറ്റ് കറോ. സോ
കുറേ സീഡ്സ് കിട്ടുന്നുണ്ട് വീക്കെൻഡ്. പിന്നെ ഈ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, ഇനി എപ്പോഴാണ് വീഴാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ടില്ലേ ഗൈസ്, ഇതാണിപ്പോൾ ഞാൻ നിൽക്കുന്ന വില്ലേജ്. ഇതാണ് ഇതിൻ്റെ മണ്ടക്കിട്ട് ഇനി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആ വീട്ടിൽ പോയി, ഈ വീട്ടിൽ പോയി, അപ്പുറത്തെ വീട്ടിൽ പോയി, ഈ വീട്ടിലും പോയി, ഇനി ഇവിടെയുള്ള കുറേ അതിൻ്റെ ഉള്ളിലത്തെ വീട്ടിലും പോയി. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ അധികം സ്ഥലങ്ങൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇടാം അടുത്തത് എന്തൊക്കെയാണെന്ന്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും, കാരണം നമുക്ക് വഴിയൊക്കെ അറിയണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ എപ്പിസോഡ്സ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ നെക്കി പൊട്ടിച്ച് ഒരു കുഴപ്പമില്ല, നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും. ഞാൻ ഇടുമ്പോൾ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്താൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. അങ്ങനെ പോകാൻ നിൽക്കട്ടെ ഗൈസ്, ഞാനൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മളെ കമൻറ്റിൻ്റെ ഇപ്പുറത്തൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ആ സാധനം കൂടി നിങ്ങളിങ്ങോട്ട് ഹൈപ്പ് ചെയ്തിരിക്കും, നല്ലതായിരിക്കുന്നേ. നിങ്ങളിങ്ങോട്ട് അടിച്ചു പൊട്ടിച്ചോളം എല്ലാം കൂടി ഒരു കുഴപ്പമില്ല, ആർക്കും ഇല്ല നഷ്ടം, എനിക്കില്ല നഷ്ടം. ടാറ്റ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ടാറ്റ.